നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചിരിക്കെ ഇടതുമുന്നണിയുടെ കൺവീനറായിട്ടുള്ള ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഇ.പി. ജയരാജൻ കണ്ണൂരിൽ ഒതുങ്ങുന്നു എന്നാണ് ആരോപണം. CPM സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇടതുമുന്നണി എന്ന നിലയിൽ ഏകോപനമില്ലായ്മ പലയിടങ്ങളിലും ദൃശ്യവുമാണ്. നേരത്തെ കൺവീനറായി വൈക്കം വിശ്വനും എ വിജയരാഘവനും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു എങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് മുഖ്യധാരയിൽ ഇറങ്ങാതെ വഴുതിക്കളയുന്ന ഇ.പി. വെറും കണ്ണൂരിലെ നേതാവായി ഒതുങ്ങുകയാണെന്ന അതൃപ്തി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട്. ഭാര്യ സഹോദരിയായ P.K. ശ്രീമതിക്ക് സീറ്റ് നിഷേധിച്ചതും ചില മണ്ഡലങ്ങളിൽ തന്റെ ഇംഗിതം നോക്കാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇ.പി. ജയരാജനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ആരോഗ്യപരമായ കാരണങ്ങളാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണം എന്നും മുഖ്യമന്ത്രിയോടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാത്തതും ഇ.പി. ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ നിന്നും പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുവരുത്തി പറയുന്നതിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന് അതൃപ്തിയുണ്ട്. ഇത്തരം പ്രസ്താവനകൾ കൊടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി പത്രത്തിന് ലഭിച്ച നിർദ്ദേശം. M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം വരുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുക എന്ന അദ്ദേഹത്തിന് നിർണായകവുമാണ്. എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് BJP മുഖ്യ എതിരാളി എന്നും ഇ.പി. തുറന്നടിച്ചിരുന്നു. പിന്നാലെയാണ് M.V. ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. ഇത് കൂടാതെ മുസ്ലിം ലീഗിനെ നിരന്തരം മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതു തീരുമാനമല്ല എന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും NDA ഒരു ശക്തിയല്ല എന്നും മുഖ്യമന്ത്രി ഇ.പി.യെ തിരുത്തി പറഞ്ഞതിനും പിന്നാലെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇ.പി.യെ തള്ളിപ്പറഞ്ഞത് പാർട്ടിയിൽ ഇ.പി.ക്ക് വീണ്ടും ക്ഷീണം അനുഭവപ്പെട്ടു. പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇ.പി.യുടെ മുൻപിൻ നോക്കാതെയുള്ള പ്രതികരണങ്ങളിലുള്ള അതൃപ്തി ഇരു നേതാക്കളുടെ വാക്കുകളിലും ധ്വനിച്ചിരുന്നു. മധുരിച്ചിട്ടും ഇറക്കാനും വയ്യ, കച്ചിട്ടും തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് CPM-ന് ഇ.പി. ജയരാജന്റെ ഇടങ്കോലിടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്.